السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. باب في الإجارة هي لغة اسم للأجرة. വാടകയ്ക്കുള്ള പേരാണ്, കൂലിക്കുള്ള പേരാണ് ഉജറത്ത്. അതാണ് ഭാഷാർത്ഥം. ഷറയിൽ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ എല്ലാ കൂലിക്കും ഇജാറത്ത് എന്ന് പറയില്ല. തംലീക്ക് മൻഫഅത്തിൻ്റെ ഒരു ഉപകാരത്തെ തംലീക്കും ഇവദിൻ മൻഫഅത്തിൻ ഒരു ഉപകാരം ഉടമപ്പെടുത്തി കൊടുക്കുക, ഇവദിൻ ഒരു പ്രതിഫലത്തിന്. കാറ് വാടക കൊടുക്കുക, കാറിൻ്റെ ഉപകാരം ഉടമപ്പെടുത്തി കൊടുക്കുകയാണ്. ബേവദിൻ മാസത്തിൽ ഇത്ര വാടക എന്ന് പറഞ്ഞിട്ട് അതാണ് ഇവത് പ്രതിഫലം. ബിഷറൂത്തിനാത്തിയ പിറകെ വരുന്ന നിബന്ധനകളോടുകൂടെ. തസിഹു ഇജാറത്തുൻ ബി ഈജാബിൻ, ഇജാറത്ത് സഹിയാകും, ഈജാബും ഉണ്ട്, ഇജാബ് വേണം, ഒരു അനുവാദ വാചകം വേണം. കാജർത്തുക ഹാദ പറ്റും, ഇതിന് ഞാൻ നിനക്ക് വാടകയ്ക്ക് തന്നു. അക്രൈത്തുക ഹാദ അതും പറ്റും, ഞാൻ നിനക്കിത് വാടകയ്ക്ക് തന്നു. മൂന്നാമത്തെ പദം മല്ലക്തുക്ക, ഞാൻ നിനക്ക് ഉടമയാക്കി തന്നു. മനാഫിയഹു അതിൻ്റെ ഉപകാരം. ഒരു കാലം പറയണം എല്ലായിടത്തേക്കും. സനത്തൻ ഒരു വർഷം, വാടകയ്ക്കൊന്നു ഉടമയാക്കി തന്നു എന്നൊക്കെ പറയാം. ബിക്കഥ നിശ്ചയ സംഖ്യക്ക് പകരം. കബൂലിൻ കബൂൽ കൊണ്ടും സ്വഹിയാകും. ഇസ്തജർത്തു ഞാൻ വാടകയ്ക്കെടുത്തു. ഇക്തറയിത്തു കബിൽത്തു ഞാൻ സ്വീകരിച്ചു. നബിമാം ഷറൽ മുഹദ്ദബിൽ പറഞ്ഞു, ഇവിടെ മുഅത്താത്ത് അതായത് വാചകമല്ലാതെ കൊടുക്കലും വാങ്ങലും മതിയോ? കച്ചവടത്തിൻ്റെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മതി എന്നുള്ളത് ഒരഭിപ്രായം. ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമല്ല. ഇതനുസരിച്ചും നമുക്ക് പ്രവർത്തിക്കാം. നോക്കൂ, ഇന്ന ഖിലാഫൽ മുഅത്താത്തി, കൊടുക്കൽ വാങ്ങുന്നിടത്ത് അത് മതി എന്ന് പറയുന്ന അഭിപ്രായ വ്യത്യാസം. കൊടുക്കലും വാങ്ങലും മതിയോ പോരെ, വാചകം വേണോ? ഈ അഭിപ്രായ വ്യത്യാസം വെച്ചിരി അത് കടന്നു വരുന്നുണ്ട്. ഫിലിജാറത്തി വാടകയിലും, റഹിനി പണയത്തിനും. കഴിഞ്ഞ പണയമായിരുന്നു മുമ്പ്. വലഹിമത്തിയന് വരാനുള്ളത് സംഭാവന കൊടുക്കുന്നിടത്തൊക്കെ മതി എന്നൊരു അഭിപ്രായമുണ്ട്. നമ്മൾ ഇജാബും കബൂലും വേണമെന്നാണ് പ്രബലം. ഏതായാലും വാടകയ്ക്ക് ഒരു പ്രതിഫലം വേണം, ഒരു വാടക വേണം. ആ വാടക പ്രകാരമായിരിക്കണം. വൈന്നമാ തസിഹുൽ ഇജാറത്തു, ഇജാറത്ത് സ്വഹിയാകും ബി അജിരിൻ, ഒരു വാടകയ്ക്ക് പകരം മാത്രം. എങ്ങനത്തെ വാടക? സ്വഹകൗനുഹു സമനൻ, വിലയാകാൻ പറ്റുന്ന. എല്ലാ സാധനവും വിലയാകാൻ പറ്റില്ലല്ലോ. ഒരു വിലയാകാൻ പറ്റുന്ന ഒരു വാടകയ്ക്ക് പകരം. അത് എന്തായിരിക്കണം? മാലൂമിൽ ആഖിദൈൻ, ഇടപാട് നടത്തുന്ന രണ്ടുപേർക്കും അറിയപ്പെട്ടതായിരിക്കണം. രണ്ടുപേർക്കും അറിയുന്ന ഒരു വാടകയായിരിക്കണം. ഖദ്റൻ അളവും, ജിൻസൻ വർഗവും, വസീഫത്തൻ അതിൻ്റെ ഗുണവും, ഇന്ത്യൻ രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എപ്പോഴാണ് അളവും ജിൻസും സിഫത്തൊക്കെ അറിയേണ്ടത്? ഇൻകാന ഫി ദിമ്മത്തി, വാടക ദിമ്മത്തിലാണെങ്കിൽ. ഈ സംഖ്യക്ക് പകരം എന്നാണെങ്കിൽ പിന്നെ അവിടെ അത് അറിയണ്ടല്ലോ, ആ സംഖ്യയോട് കൊടുത്താൽ മതിയല്ലോ. ഞാൻ നിനക്ക് ഈ കാറ് വാടകയ്ക്ക് തന്നു, എന്തിനു പകരം? ഈ മൊബൈലിന് പകരം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ ഒരു കോയിൻസ് എന്നിട്ട് ഇതിന് പകരം എന്നാണ്. അവിടെ ഇപ്പം നമ്മൾ അളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ദിമ്മത്തിലാകുമ്പോൾ, അവൻ്റെ ഉത്തരവാദിത്തത്തിൽ പറയുമ്പോൾ എന്ത് വേണം? ഖദർ അളവ് പറയണം. ജിൻസ് ഏതാ വർഗം, സ്വർണ്ണമാണോ വെള്ളിയാണോ പൈസയാണോ അടക്കയാണോ തേങ്ങയാണോ മൊബൈലാണോ, സിഫത്തൊക്കെ പറയണം. വൈല്ല അങ്ങനെയല്ലെങ്കിൽ കഫത്ത് മുആയിനത്തുഹു, അതിനെ കണ്ടാൽ മതിയാകും. വാടക കണ്ടാൽ മതിയാകും. ഇന്ന ഈ മൊബൈലിന് പകരം നിങ്ങളെനിക്കൊരു മൊബൈലാണ് തരുന്നത്, എന്തിനു പകരം? കാറിൻ്റെ വാടകയായിട്ട്. ഏത് മൊബൈൽ? ഈ മൊബൈൽ. അവിടെ ഞാൻ എന്ത് പറയേണ്ടതില്ല, കണ്ടാൽ മതി. കഫത്ത് മുആയിനത്തുഹു, അതിനെ കണ്ടാൽ മതിയാകും. ആയന എന്ന വാക്ക് ഫാലയാണ്, കണ്ടു എന്നർത്ഥം. അയിന് കൊണ്ട് ദർശിച്ചു. ഫീജാറത്തിൽ അയിനി ദിമ്മത്തി. അപ്പോൾ ആർക്ക് അറിയുന്നതാണ്? രണ്ട് ആഖിദിനും അറിയണം. ഇടപാട് നടത്തുന്ന രണ്ടുപേർക്കും അറിഞ്ഞിരിക്കുന്ന ഒരു വാടക. ഏതിൽ? ഇജാറത്ത് അയിനിലായാലും ദിമ്മത്തിലായാലും, രണ്ടിലായാലും എത്രയെന്ന് അറിയണം.
അപ്പോൾ നോക്കൂ, ഞാൻ നിങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് തരികയാണ്. അതിൻ്റെ വാടക എന്താണെന്നറിയോ? ആ വീടിൽ കേടുന്ന സാധനമൊക്കെ നന്നാക്കുക. ശരിയാവുമോ? ശരിയാവില്ല. കാരണം എന്താ? അതിന് അളവറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു മൃഗത്തിന് ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരികയാണ്, അതിന് നൽകുന്ന പ്രതിഫലം എന്താ? ആ മൃഗത്തിന് തീറ്റ കൊടുക്കുക എന്നുള്ളത്. അതൊന്നും എന്തല്ല മാലൂമല്ല, എത്രയെന്നറിയില്ല. നോക്കൂ, ഫലായസിഹു ഇജാറത്ത് ദാരിൻ, ഒരു വീട് വാടക കൊടുക്കാൻ പറ്റില്ല. ദാബത്തിൻ, ഒരു മൃഗത്തെയും. എന്താ പ്രതിഫലം? എന്താ വാടക? ബിഇമാറത്തില്ലഹ, അതിന് നിർമ്മിക്കുന്നതിന് പകരം. വയൽഫിൻ, മൃഗമാകുമ്പോൾ അതിന് തീറ്റ കൊടുക്കുന്നതിന് പ്രതിഫലമായിട്ട് ഒരു വീടോ മൃഗത്തെയോ വാടക കൊടുക്കൽ സ്വഹിയല്ല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്, പറ്റില്ല എന്ന് പറയാൻ. ഞാനൊരാളെ വാടകയ്ക്ക് വിളിക്കുകയാണ്, ഒരു മൃഗത്തിൻ്റെ തോല് പൊളിക്കാൻ വേണ്ടി, ഒരു ആടിൻ്റെ തോല് പൊളിക്കാൻ വേണ്ടി. സലഹ എന്നാണ് ആ തോല് പൊളിക്കുന്നതിന് പറയാം. അപ്പോൾ തോല് പൊളിക്കുന്നതിന് ഞാൻ പ്രതിഫലം കൊടുക്കണം. എന്താ പ്രതിഫലം കൊടുക്കുന്നത്? തോല് തന്നെ. അതൊന്നും അത്ര കൃത്യമായിട്ട് കിട്ടൂല, പൊളിച്ചിട്ടല്ലേ അറിയുള്ളൂ. വനസ്തീജാറുൻ, വാടകയ്ക്ക് വിളിക്കാനും പറ്റില്ല, കൂലിക്ക് വിളിക്കാനും പറ്റില്ല. ഈ സൽഹിഷാത്തിന്, ആടിന് തോൽ ഉരിയുന്നതിന് എന്താ കൂലി? ബിജിൽദിൻ, അതിൻ്റെ തോലിന് പകരം. അതുപോലെ ഗോതമ്പ് പോലത്തത് പൊടിക്കാൻ ഞാനെന്ത് ചെയ്യാണ്? നിങ്ങളെ കൂലിക്ക് വിളിക്കുകയാണ്. പ്രതിഫലം എന്താ? അതിന്ന് കുറച്ച് പൊടി. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. നെല്ലൊക്കെ കുത്താൻ വേണ്ടി, നെല്ലിൻ്റെ തോലൊക്കെ പൊളിക്കാൻ വേണ്ടി ആളുകളെ കൂലിക്ക് വിളിക്കും. പോകുമ്പോൾ എത്ര നെല്ല് കുത്തിയാൽ ഇത്ര പ്രതിഫലം എന്ന് പറഞ്ഞിട്ട്. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പറ്റും. അതിൽ ഒരു കുറച്ച് പൊടി എന്ന് പറയുമ്പോൾ അത് വ്യക്തത ഇല്ലാതെ വന്നല്ലോ. വലസ്തീജാറുല്ലി സൽഹിഷാത്തിൻ, ആടിനെ തൊലിയിരിയുന്നതിന് വാടകയ്ക്ക് വിളിക്കാൻ പറ്റില്ല. ബിജിൽദിൻ, എന്തിനു പകരമായിട്ട്? പ്രതിഫലമായിട്ട്, തോല് നൽകുന്നത് പ്രതിഫലമായിട്ട്. വലി തൊഹനിനാവി ബുറിന്, ഗോതമ്പ് പോലത്തത് ഇടിക്കുക, അതിന് വാടകയ്ക്ക് വിളിക്കാൻ പറ്റില്ല. പ്രതിഫലം എന്തിന്? വാളി ദഖീഖിന്, അല്പം പൊടിക്ക് പകരം. അതിന് കിട്ടുന്ന അല്പം പൊടിക്ക് പകരം. ദഖീഖ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയൊക്കെ അല്ല, അരിപ്പൊടി ഗോതമ്പ് പൊടി ഇതിനൊക്കെയാണ് ദഖീഖ് എന്ന് പറയാം. കാരണം എത്രയാണ് ഇപ്പോൾ തോലിലെ കട്ടിയെന്ന് അറിയാൻ കഴിയില്ല, കട്ടില്ല എന്നറിയാൻ പറ്റില്ല. പിന്നെ ഈ അരിപ്പൊടിയിൽ നിന്ന് കുറച്ച് എന്ന് പറയുമ്പോൾ ആ പൊടി എത്രത്തോളം പൊടിയും എത്രത്തോളം നന്നായിട്ട് അരയും, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പം എന്ത് ചെയ്യണം? പൊടിക്കാണെങ്കിൽ ആ പൊടി ഏത് ഐറ്റം പൊടിയാണ്, എത്ര പൊടിയാണെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ബി അജിരിൻ മാലൂമി, രണ്ട് പേർക്കും അറിയുന്ന ഒരു പ്രതിഫലത്തിന് പകരം. അങ്ങനെ വാടകൾക്ക് കൊടുക്കുന്ന സാധനം എന്തായിരിക്കണം? ഫി മംഫഅത്തിൻ മുത്തഖവ്വിമത്തിൻ, ഒരു വിലയുള്ള ഉപകാരമുള്ള വസ്തുവിൽ, ഒരു ഉപകാരത്തിൽ. മുത്തഖവ്വിമത്തിന്, ഒരു വിലയുള്ള. മാലൂമത്തിൻ, അതറിയപ്പെട്ട ഒരു ഉപകാരമായിരിക്കണം. അയിനൻ, വസ്തു എന്ന രീതിയിലും, ഖദറൻ, അതിൻ്റെ അളവിലും, വസിഫത്തും, വിശേഷണത്തിലൊക്കെ അറിയപ്പെട്ട, വസ്തു കൊണ്ടും അതിൻ്റെ അളവ് കൊണ്ടും വിശേഷണം കൊണ്ടൊക്കെ അറിയപ്പെട്ട ഒരു വിലയുള്ള ഒരു ഉപകാരത്തിലാണ് ഇജാറത്ത് സഹിയാകുക. ആ ഉപകാരം ആർക്കാ ലഭിക്കുക? വാഖിയത്തിൽ മുക്തരി, വാടകയ്ക്കെടുത്ത ആൾക്ക് ലഭിക്കുന്ന. അങ്ങനെയുള്ള ഉപകാരം ഏതൊരു രീതിയിലാവരുത്? ഗൈരി മുതലമ്മിൻ ഇസ്തിഫായി, അതിന് വസ്തുവിനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ളതാവാത്ത. ഖസ്തൻ, നശിപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശമാണ്. അഥവാ വസ്തുവിനെ തന്നെ എടുത്തുപയോഗിക്കുന്നതല്ലാത്ത, വസ്തുവിനെ എടുത്തുപയോഗിക്കുന്നതിനെ ഉൾക്കൊള്ളിക്കാത്ത ഉപകാരമായിരിക്കണം. ചില ഉപകാരം വസ്തുവിനെ തന്നെ എടുക്കുന്ന ഉപകാരമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഉദാഹരണത്തിൽ സോപ്പ് ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരികയാണ്, നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണ്. അതിൻ്റെ ഉപകാരം എന്താ? അത് തേച്ചിട്ട് വസ്തുവിനെ തന്നെ തീർക്കുക എന്നുള്ളതാണ്. വസ്തുവിനെ തീർക്കുന്നതിനെ ഉൾക്കൊള്ളിക്കാത്ത, ഇസ്തിഫാദിനെ തീർക്കുക, എടുത്തുപയോഗിച്ച് തീർക്കുക, ഉദ്ദേശം തന്നെ ആവരുത്. ബിയൻലായത്ലമ്മനഹുൽ അഖദ്, അഖദ് എന്താക്കരുത്? അങ്ങനെ വസ്തുവിനെ എടുത്തുപയോഗിച്ച് തീർക്കുന്നതിന് ഉൾക്കൊള്ളിക്കുന്നതാവരുത്. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാവരുത് അഖദ് നടത്തുന്നത്.
അപ്പോൾ വിലയുള്ള ഒരു ഉപകാരത്തിനെ വാടകയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ അറിയുമ്പോൾ തീരെ വിലയില്ലാത്ത ഒരു സാധനത്തിന് ഒരാളെ വാടകയ്ക്ക് വിളിച്ചാൽ സ്വഹിയാവില്ല. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വില വേണ്ടേ? ഒരു വാക്ക് സംസാരിക്കാൻ, 2 വാക്ക് സംസാരിക്കാനൊക്കെ ഒരാളെ വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ സ്വഹിയല്ല. അപ്പോൾ ഹർജബി മുത്തഖബിമത്തിന് വിലയുള്ള ഒരു ഉപകാരമായിരിക്കണം, വില കണക്കാക്കപ്പെടുന്ന ഒരു ഉപകാരമായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പുറത്തുപോയി മാലൈസലഹ ഖീമ, വിലയില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി ഒരാളെ വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല, റെൻറ്റിന് വിളിക്കാൻ പറ്റൂല, കൂലിക്ക് വിളിക്കാൻ പറ്റൂല. അപ്പോൾ ഫലായസിറാവു ബയ്യായിൻ, അപ്പോൾ ഒരു ബ്രോക്കറെ കൂലിക്ക് വിളിക്കാൻ പറ്റില്ല. ഈ തലഫുദ് ബി മഹദി കലിമത്തിൻ ഔ കലിമാത്തിൻ യസീറ, ഒരു കലിമത്ത്, വെറും ഒരു കലിമത്ത്, വെറും മഹദ്, വെറും ഒരു കലിമത്തോ അല്ലെങ്കിൽ നിസാരമായ ഏതാനും കലിമത്തുകളോ മൊഴിയുന്നതിന് വേണ്ടി, നിസാരമായ ഏതാനും കലിമത്തുകൾ എന്നാൽ കച്ചവടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോക്കർ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് കച്ചവടാക്കൂലേ, അതിനു വേണ്ടി ബ്രോക്കർ എന്ത് ചെയ്യാൻ പറ്റില്ല, കൂലിക്ക് വിളിക്കാൻ പറ്റില്ല. അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അയാൾക്ക് ഇത്ര പ്രതിഫലം തരാം എന്നൊന്നും പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റില്ല. ഇതാണ് അലലൗജഹി പ്രബലമായ അഭിപ്രായം. ഫലായസിഖ്തിറാവ് ബയ്യായിൻ. അപ്പോൾ ബയ്യാവ് എന്ന് പറഞ്ഞാൽ ബ്രോക്കർ, വിൽപ്പന നടത്തി തരുന്ന ആളെ കൂലിക്കെടുക്കാൻ പറ്റില്ല. ഈ തലഫുദ് ബിമഹദി കലിമത്തിൻ, വെറും ഒരു കലിമത്തോ ഓ കലിമാത്ത് യസീറ, അല്ലെങ്കിൽ നിസാരമായ ഏതാനും കലിമത്തുകളോ ഉച്ചരിക്കുന്നതിന് വേണ്ടി. അലലൗജഹി അതാണ് പ്രബലം. അതുപോലെ ഈജാബായാലും വേണ്ടിയില്ല, കബൂലിന് വേണ്ടിയാലും വേണ്ടിയില്ല. ചിലപ്പം ബ്രോക്കർമാർ വരുമ്പോൾ സാധനം ചിലവാക്കിയെന്ന് വരും, എന്നാലും പറ്റില്ല. അതിന് റബ്ബ ജത്തിസില്ലാത്ത ചരക്കിനെ അത് ചിലവാക്കിയാൽ പോലും, ബ്രോക്കർ എന്ന് പറയുമ്പോൾ ആ സാധനം ചിലവായി പോവും, അങ്ങനെ ചിലവാക്കിയാൽ പോലും അതിന് പറ്റില്ല. എന്തുകൊണ്ട്? ഇതിൽ ആ കലിമത്തിന്, ഒരു കലിമത്തിന് 2 കലിമത്തിനൊന്നും അത്ര നിലയും വലിയൊന്നും ഇല്ലല്ലോ. ഓക്കെ. ബാബും ഫിൽ ഇജാറ യാത് ലോകത്തൻ ഭാഷാർത്ഥത്തിൽ ഇസ്മുൽ ഉജറത്തി വാടക സംഖ്യക്കുള്ള പേരാണ്. ഷറാൻ ഷറായിൽ തംലീക്ക് മംഫഅത്തിൻ ബിഇവദിൻ, ഒരു പ്രതിഫലത്തിന് പകരം ഒരു വസ്തുവിൻ്റെ ഉപകാരം ഉടമയാക്കി കൊടുക്കലാണ്. ശേഷം പറയുന്ന നിബന്ധനയോടുകൂടെ തസിഹു ഇജാറത്തും ബീജാബിനും, ഇജാറത്തു സയ്യാകും ഈജാബും ഉണ്ട്. കാജർത്തുക്ക ഹാദ അക്രൈത്തുക്ക മല്ലക്കത്തുക്ക മനാഫിയാഹു തുടങ്ങിയ സനത്തൻ, ഒരു വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ബിക്കഥ എന്ന സംഖ്യക്ക് പകരം. കബൂലിൻ കസ്തജർത്തു ഇഖ്തറൈത്തു കബിൽത്തു ഒക്കെ ഞാൻ വാടകയ്ക്ക് എടുത്തു. നബിമാൻ പറഞ്ഞു ഷർമാദബലി ഇന്ന ഖിലാഫൽ മുഅത്താത്തി, ഈജാബും കബീലൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കൊടുത്താൽ മതിയാവില്ലേ എന്ന അഭിപ്രായ വ്യത്യാസം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അതാ മുഅത്താത്ത്. ആ അഭിപ്രായ വ്യത്യാസം ഇവിടെ ഇജാറത്തിലും റഹ്നിലും ഹീബത്തിലും ഒക്കെ വരും. ഇജാറത്ത് സഹിയാകും ബി അജിരിൻ സഹ കൗനുഹു സമനം, വിലയാകാൻ പറ്റുന്ന ഒരു സംഖ്യക്ക് പകരം, വാടകയ്ക്ക് പകരം, ഒരു കൂലിക്ക് പകരം. അത് മാലൂമിൽ ആഖിദൈനി ഖദറൻ ബ ജിൻസം വസിഫത്തൻ, അതിൻ്റെ അളവും അതിൻ്റെ വർഗവും അതിൻ്റെ ഗുണവുമെല്ലാം 2 ഇടപാടുകാർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പ്രതിഫലം എപ്പോൾ ഇൻകാനഫി സിമത്തി, പ്രതിഫലം ഉത്തരവാദിത്വത്തിൽ കൊടുക്കുന്നതാണെങ്കിൽ, ഒരു നിശ്ചിത വസ്തു അല്ലാതെ കൊടുക്കുന്നതാണെങ്കിൽ, ഇല്ല അങ്ങനെയാണ് കഫത്ത് മുഅയ്യനത്തു കണ്ടാൽ മതിയാകും. ഏതായാലും ഇജാറത്ത് ലൈനി വജിമത്ത്, ഇജാറത്ത് ലൈനായാലും ഇജാറത്ത് ജിമ്മത്തായാലും 2 പേർക്കും അറിവുള്ള ഒരു സംഖ്യ ആയിരിക്കണം. ഫലാസ് ഇജാറത്ത് ദാരിൻ വദാബത്തിൻ വിമാറത്തില്ലഹ വ അൽഫിൻ, അപ്പോൾ ഒരു വീടിനെ നിർമ്മിക്കുന്നതിന് വേണ്ടിയോ വാടക കൊടുക്കാൻ പറ്റില്ല, അതുപോലെ മൃഗത്തെ അതിന് പുല്ല് കൊടുക്കുന്നതിനും വാടക കൊടുക്കാൻ പറ്റില്ല. വലസ്തീജാറുൽ സൽഖി ഷാത്തിൻ ബിൽ ജൽദിൻ, തോല് പ്രതിഫലമായിട്ട് ആടിനെ തോല് വിളിക്കുന്നതിനും ഒരാളെ കൂലിക്ക് വിളിക്കാൻ പറ്റില്ല. വലി തഹനിനാവി ബുർണിൽ ബാദി തക്കീക്കിൻ, കുറച്ച് അത് പൊടിക്ക് പകരം ഗോതമ്പ് പോലത്തത് ഇടിക്കുന്നതിന് വേണ്ടി, ഇടിക്കുക എന്ന് നമ്മളെ നാട്ടിൽ പറയാം, അതിന് പറയാം പൊടിക്കുക, ഒരലുകൊണ്ടൊക്കെ പൊടിക്കൂലേ, തഹന എന്ന് പറഞ്ഞാൽ പൊടിച്ചു. ഇനി വാടകയ്ക്ക് കൂലി തരുമ്പോൾ അതിന് വെക്കുന്ന പ്രതിഫലം ധരിക്കണം. ഈ അംഫാത്തി മുത്തഖബീമത്തിന്, ഒരു വിലയുള്ള ഒരു ഉപകാരത്തിൽ, മാലൂമത്തിൻ ഐനൻ വ ഖദറൻ വ സിഫത്തൻ, അതിൻ്റെ വസ്തു ഏതാണ്, അളവ് എത്രയാണ്, ഗുണം എന്താണ് എന്നെല്ലാം അറിയപ്പെട്ട ഒരു ഉപകാരം. ആ ഉപകാരം വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കല്ല കിട്ടുക, വാക്യത്തിൽ മുഖത്തിരി വാടകയ്ക്ക് എടുക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ആ ഉപകാരം എപ്രകാരമായിരിക്കണം? ഐറൻ മുത്തലഫ്മീനിൽ ഇസ്തീഫായി, അതിന് വസ്തുവിനെ തന്നെ തീർക്കുന്നതിന് ഉൾക്കൊള്ളിക്കാത്ത, കസ്തൻ ഉദ്ദേശപൂർവ്വം ഉൾക്കൊള്ളിക്കരുത്, ഉദ്ദേശപൂർവ്വം അല്ലാത്ത രീതിയിൽ ഇനി വസ്തു തീരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉദ്ദേശപൂർവ്വം വസ്തുവിനെ തീർക്കുന്നതിന് ഉൾക്കൊള്ളിക്കാത്ത, ഉപയോഗിച്ച് ആ ഉപകാരം എടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്, വസ്തുവും കൂടി തീരുന്നതാവരുത്. ബിയല്ലായിട്ടുള്ള മനഹുൽ അക്കത്, അതിനെ ഉൾപ്പെടുത്തിക്കാൻ പാടില്ല.
അപ്പോൾ ഹർജ മുത്തഖവീമത്ത് എന്നോട് പുറത്തു പോയി മാലൈസൻഹ ഖീമത്ത് വിലയില്ലാത്തൊരു സാധനത്തിന് വാടകയ്ക്ക് വിളിക്കൽ ഫലായുസ് ഹിക്തറാവ് ബയ്യാഇൻ. അപ്പോൾ ഒരു ബ്രോക്കർ വാടകയ്ക്ക് വിളിക്കാൻ പറ്റില്ല, കൂലിക്ക് വിളിക്കാൻ പറ്റില്ല. ബിമഹ്ലി കലിമത്തിന് ഒറ്റ പദം ഒരു കലിമത്തിനോ അല്ലെങ്കിൽ ഏതാനും നിസ്സാരമായ കലിമത്തുകൾക്കോ പകരം അല്ലോജയെ പ്രബലമായ പ്രായത്തിൽ. അപ്പോൾ അതിനു വേണ്ടി വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഈജാബ് പറയാനാണെങ്കിലും ഖബൂല് പറയാനാണെങ്കിലും ചിലപ്പോൾ വൈൻ റബ്ബജത്തില്ലാത്ത അയാളുടെ വാക്ക് ചരക്കിനെ ചിലവാക്കിയാൽ പോലും, റബ്ബജ എന്ന് പറഞ്ഞാൽ ചിലവാക്കിയെന്നാണ്, വേഗത്തിൽ ചിലവാക്കുക. ഇതിലാ ഖീമത്തലഹ, അതിന് വിലയില്ലല്ലോ. ഒരു വാക്കിന് 2 വാക്കിനൊക്കെ കൂടെ വില. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.